കണ്ണൂർ ജില്ല. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ്. 1957 ജനുവരി 1 രൂപീകൃതമായി. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല. 1633 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണുള്ളത്. ലോകസഭാ മണ്ഡലം ഒരെണ്ണം. 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. 82 കിലോമീറ്റർ കടൽ തീരം കണ്ണൂർ ജില്ലക്കുണ്ട്. ജനസാന്ദ്രത 852 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറയാം. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല. കല്ലേൽ പൊക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. തെയ്യങ്ങളുടെ നാടാണ് കണ്ണൂർ. കേരളത്തിൻ്റെ കിരീടമാണ് കണ്ണൂർ. പൂർവകാലത്ത് നൗറ എന്ന് അറിയപ്പെട്ടിരുന്നു. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ ജില്ല കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെൻറ്റ്. 0% ഭൂരഹിതർ ഉള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ് 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റി. 100% സാക്ഷരത നേടിയ പഞ്ചായത്താണ് കരിവെള്ളൂർ പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മാങ്ങാട്ടുപറമ്പാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് മലബാർ യൂണിവേഴ്സിറ്റി എന്നാണ്. കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മൂർഖം പറമ്പിലാണ്. കണ്ണൂർ ജില്ല അയൽക്കൂട്ടം ആദ്യമായി ആരംഭിച്ചത് കണ്ണൂരിലെ കല്യാശ്ശേരിയിലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. കേരള ദിനേശ് ബീഡിയുടെ ആസ്ഥാനവും കണ്ണൂർ തന്നെ. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ പന്നിയൂരാണ്. പന്നിയൂർ കുരുമുളക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കണ്ണൂർ ജില്ല കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം കണ്ണൂർ സെൻട്രൽ ജയിൽ ആണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളാണ് കുട്ടിയേരി, തൃച്ചമ്പലം ഗുഹകൾ. അവിടെ ശിലായുഗ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ പൈതൽ മല, പുരളിമല ഇവയെല്ലാം കണ്ണൂരിലെ പ്രധാന സ്ഥലങ്ങളാണ്. കണ്ണൂർ ജില്ല പ്രസിദ്ധമായ ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. ബ്രൗൺ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നതും അഞ്ചരക്കണ്ടിയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം ആണ് അഞ്ചരക്കണ്ടി ബ്രൗൺ പ്ലാന്റേഷൻ. വളപട്ടണമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്. അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വളപട്ടണം പുഴയാണ് കണ്ണൂരിലെ ഏറ്റവും വലിയ പുഴ. അവിടെ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നു. കണ്ണൂർ ജില്ല പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. മാത്രമല്ല പ്രസിദ്ധമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ദക്ഷിണ വാരണാസി എന്നാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഏഴിമല നാവിക അക്കാദമി, അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ കണ്ണൂരിൽ തന്നെയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. കണ്ണൂർ ജില്ല പ്രസിദ്ധമായ അറക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ നിന്നിരുന്ന ഒരേ ഒരു രാജവംശമാണ് അറക്കൽ രാജവംശം. അതും നിലനിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ സൈലന്റ് വാലി എന്നാണ് ആറളം വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത്. മലയാള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. സുൽത്താൻ കനാൽ വളപട്ടണം പുഴയെ കവ്വായി കനാലുമായി ബന്ധിപ്പിക്കുന്ന സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്നതും കണ്ണൂർ തന്നെ. പ്രസിദ്ധമായ മുഴുപ്പിലങ്ങാട് ബീച്ച്, പയ്യമ്പലം ബീച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏറ്റവും നീളം കൂടിയ ബീച്ച് പയ്യമ്പലം ബീച്ച്. AKG, നായനാർ, EMS, സ്വദേശാഭിമാനി, KG മാരാർ തുടങ്ങിയ പ്രശസ്തരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് പയ്യമ്പലം ബീച്ച്.
പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കേരളത്തിൻ്റെ പാരീസ് എന്നറിയപ്പെടുന്നു. തലശ്ശേരിയാണ് ലാൻഡ് ഓഫ് 3C: കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. കേരളത്തിൽ ആദ്യമായി കേക്ക് കച്ചവടം ആരംഭിച്ചത് കണ്ണൂരുള്ള ആര്യ ബേക്കറിയാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് മത്സരം നടന്നത് കണ്ണൂരിലെ തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് നിലവിൽ വന്നതും കണ്ണൂരിലെ തലശ്ശേരിയിൽ തന്നെ. കേരളത്തിലെ സർക്കസ് കമ്പനിയുടെ കേന്ദ്രം നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലാണ്. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ്. കേരളത്തിൽ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് തലശ്ശേരിയിലാണ്. തലശ്ശേരി കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ അച്ചടിച്ചു. 1847 രാജ്യസമാചാരം തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ അച്ചടിച്ചത്. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ സ്ഥലമാണ് മാഹി. കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമാണ് മാഹി. മാഹി ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. മയ്യഴിപ്പുഴ മാഹിയിലൂടെ ഒഴുകുന്നു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് മയ്യഴിപ്പുഴ അറിയപ്പെടുന്നു. IK കുമാരൻ മാസ്റ്റർ മയ്യഴിപ്പുഴയുടെ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധരായ വ്യക്തിത്വങ്ങളാണ് വാഗ്ഭടാനന്ദൻ, AKG, അയ്യത്താൻ ഗോപാലൻ, ആനന്ദതീർത്ഥൻ, മൂർക്കോത്ത് കുമാരൻ, CK ലക്ഷ്മണൻ. ഇതിൽ CK ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ്. 1924 സമ്മർ ഒളിമ്പിക്സിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തിയാണ് CK ലക്ഷ്മണൻ. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട അല്ലെങ്കിൽ കണ്ണൂർ കോട്ട 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നിർമ്മിച്ചത്. തലശ്ശേരി കോട്ട 1708 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു. കണ്ണൂർ കോട്ട എന്ന പ്രശസ്തമായ കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണൻ. കണ്ണൂർ ജില്ലയിൽ കോർപ്പറേഷൻ ഒരെണ്ണമാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് 71 എണ്ണവും ബ്ലോക്ക് പഞ്ചായത്ത് 11 എണ്ണവും മുനിസിപ്പാലിറ്റി 9 എണ്ണവും താലൂക്ക് 4 എണ്ണവും നിയമസഭാ മണ്ഡലം 11 എണ്ണവും ലോകസഭാ മണ്ഡലം 1 എണ്ണവുമാണ് ഉള്ളത്.